രാവിലെ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. ഓണായിരിക്കട്ടെ ഗൈസ്. ഐഡിയൽ RPM 1500 സെറ്റ് ആവട്ടെ. കണ്ടോ, ഐഡിയൽ RPM 1500 ഗൈസ്. സെറ്റ് ആവട്ടെ, എന്നിട്ട് പോവാം. സമയം നിങ്ങൾക്കറിയാലോ 8:28 വ്യാഴാഴ്ച. അപ്പോൾ നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ ഒന്നും നോക്കിയിട്ടില്ല എന്തോരം കിട്ടിയെന്നൊക്കെ. അപ്പോൾ നോക്കാം ഗൈസ്. അപ്പോൾ ഇന്ന് നിഫ്റ്റിയിൽ നമ്മുടെ ലോസ് പറഞ്ഞ 10,672 ഇട്ട പൈസ 99.98% ലോസ്. പിന്നെ നമ്മുടെ നിഫ്റ്റിയിൽ ഇട്ടുന്നല്ലോ മറ്റേ നിങ്ങൾക്ക് കാണാൻ പറ്റും 21,350 CE, അതായത് 8,645, അതായത് 8,645, അതായത് 99.94% ലോസ്. ബാങ്ക് നിഫ്റ്റി നിങ്ങൾക്ക് അറിയാമല്ലോ 10,099.97 ലോസ്. പിന്നെ നമ്മൾ മറ്റേ നിഫ്റ്റി 21,000 CE അതിൽ ആകെ നമുക്ക് ലാഭമായി 62.50 റുപ്പീസാണ് ലാഭം. അപ്പോൾ ഏകദേശം പറഞ്ഞാൽ 30 രൂപ, നമുക്കൊരു 10 രൂപ ലാഭം അത്രയേ ഉള്ളൂ ഈ 50 നമ്മൾ എടുത്തിട്ട്. ഏറ്റവും നമുക്ക് ലാഭമുള്ളത് നിഫ്റ്റി പുട്ടിലാണ് കേസ്, പുട്ടിലാണ്. അപ്പോൾ നമുക്ക് PE സെല്ലിൽ നമുക്ക് പ്രോഫിറ്റായി കിട്ടിയത് 3,115 റുപ്പീസ്, അതായത് 183.51% PE പുട്ടിൽ നമുക്ക് കിട്ടി. പിന്നെ നിഫ്റ്റിയുടെ തന്നെ 21,000 CE കോൾ ഓപ്ഷൻ നമുക്ക് 62.50, അതായത് 25% നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് നമ്മൾ. പക്ഷേ നമ്മൾ 21,300 CE, 21,350 CE, ബാങ്ക് നിഫ്റ്റി ഒക്കെ ലോസിൽ പോയി ഗൈസ്. -10,672.50 99.98% ലോസിലാണ്. മറ്റേ ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ 99.94% ലോസിലാണ്. നിങ്ങൾക്ക് ഇപ്പോഴത്തെ ശതമാനം വരെ കാണിക്കുന്നുണ്ടാവും. മറ്റേ ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും 99.97% ലോസായി ഗൈസ്. 8,000, 10,000, 10,000 ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയ ഒരു എമൗണ്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ 29,953 ആണോ 52 ആണോ അതിൽ കാൽക്കുലേറ്റ് നോക്കുക ഗൈസ്. അപ്പോൾ അതിന് 3,000 മൈനസ് ചെയ്താൽ 26,950 അത്രയൊക്കെ തന്നെ വരുന്നുണ്ടാവും. അതിൽ 62 ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, പക്ഷേ ആഡ് ചെയ്ത് കാര്യമില്ല, വെറുതെയാണ്. ഇത് നോക്കേണ്ടത് ഇത് ജൂലൈ നമ്മൾ ട്രേഡ് നോക്കിയതാണ്. അപ്പോൾ അത് നിഫ്റ്റി അത് നമുക്ക് 57 റുപ്പീസ് നമുക്ക് 50 പൈസ നമുക്ക് പ്രോഫിറ്റായി ബുക്ക് ചെയ്തോ 10%. പിന്നെ കണ്ടോ CE 21,000 CE, അതായത് നമ്മുടെ ഇതിന്ന് 3, 4, 5 മുകളിലേക്ക് എടുത്താലേ നമുക്കിപ്പോൾ അത്യാവശ്യം പ്രോഫിറ്റ് കിട്ടുന്നത് ഗൈസ്. അപ്പോൾ ഇന്നത്തെ പ്രോഫിറ്റ് കഴിഞ്ഞിരിക്കുന്നു. ഇനി നാളെ നമുക്ക് വരാം ഗൈസ്. അപ്പോൾ ബൈ ബൈ.